അടുത്തതായി നമ്മുടെ പരിപാടിക്ക് ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിനായി 2024-25 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി അസിസ്റ്റന്റ് കളക്ടർ ഓഫ് ഫൈൻ ആർട്ട് ശ്രീമതി അർച്ചന PP IAS ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ ഫോർമലായൊരു പ്രസംഗമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഞാൻ എന്തായാലും തരുന്നില്ല. നിങ്ങളെന്തായാലും അതല്ല എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നറിയാം. ഇവിടെ വന്നപ്പോൾ ഒരു 15% സീറ്റ് ഫിൽഡ് അല്ലായിരുന്നു. ഞാൻ മാത്രമാണ് ഇരുന്ന് മുന്നിലിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ കോളേജാണ് ഓർമ്മ വന്നത്. അപ്പോൾ എന്ത് പരിപാടി നമ്മൾ നടത്തുമ്പോഴും ഇവിടെ വന്നിരിക്കാൻ ആൾക്കാരെ കിട്ടാനാണ് ഏറ്റവും പ്രയാസം. നിങ്ങളെല്ലാവരും അടുത്ത കൾച്ചറൽസിൻ്റെ പിന്നിലായിരിക്കും, അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ നിൽക്കാൻ കുറച്ചുകൂടെ ആൾക്കാരെ കിട്ടും. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികൾ ചെയ്യാമല്ലോ. അവിടെ വന്നിരിക്കാൻ ആരെയും കിട്ടത്തില്ല. അപ്പോൾ എന്ത് പരിപാടിയുടെ നടക്കുന്നതിന് മുന്നേയും അത് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർ, മറ്റേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിങ്ങനെ കെഞ്ചി ചോദിക്കും, ഒരു 15 മിനിറ്റ് അവിടെ ഇരിക്കാവോ, ആ ചീഫ് ഗസ്റ്റ് വന്നാൽ മോശമല്ലേന്ന്. അങ്ങനെ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇരുത്തിയവരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് നേരം ഒന്ന് സഹിച്ചിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമതിപ്പം എനിക്ക് നിങ്ങൾക്ക് തരാൻ അഡ്വൈസ് അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ഇതൊന്നും അറിയാത്ത ആൾക്കാരോ ഞാൻ വിവരം പകർന്നു തരേണ്ട ആൾക്കാരോ ഒന്നും അല്ല. 1-2 കാര്യങ്ങൾ എന്നാലും പറയാം. ഇപ്പം ഞാൻ പഠിച്ചത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്ത ഫസ്റ്റ് ദിവസം ഈ യൂണിയൻ്റെ ഫുള്ള് ബോർഡുകളാണല്ലോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ പഠിച്ചത് CBSE ആണ്. അവിടെ ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അവിടെ നിന്നാണ് ഡയറക്റ്റ്. ഞാൻ ആശംസിക്കുന്നു. പുതിയ യൂണിയന് എല്ലാവിധ ആശംസകളും നൽകുന്നു. ഇതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു. നന്ദി മാം. കേരള കാർഷിക സർവകലാശാല 2024 തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ പാട്രൺ ഹോണറബിൾ വൈസ് ചാൻസലർ ഡോക്ടർ B. അശോക് IAS അവർകളാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ യൂണിയന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി കേരള കാർഷിക സർവകലാശാല വൈസ് പാട്രൺ ഡോക്ടർ ബെറിൻ പത്രോ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ സ്റ്റുഡൻസ് യൂണിയന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് വയനാട് അസിസ്റ്റന്റ് കളക്ടർ ശ്രീമതി അർച്ചന മാഡമാണ്. തന്റെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മാഡം ഇവിടെ എത്തിയിട്ടുണ്ട്. മാഡത്തിനെ ഏറ്റവും സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. KA യൂണിയന്റെ ഉദ്ഘാടനത്തിന്റെ മുഖ്യ അതിഥിയാണ് ഏറ്റവും പ്രിയങ്കരനായ ശ്രീ നവാസ് വള്ളിക്കുന്ന് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. മലയാള സിനിമാ രംഗത്ത് നൂതനമായ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയനായ നവാസ് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ഡയറക്ടർ ഓഫ് സ്റ്റുഡൻസ് വെൽഫെയർ ഡോക്ടർ ലത മാം, ഡീൻ കോളേജ് ഓഫ് അമ്പലവയൽ ഡോക്ടർ യാമിനി മാം, സ്റ്റുഡൻസ് യൂണിയൻ സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ ജിബിൻ സാർ, അസോസിയേറ്റ് പാട്രൺ ഓഫ് COA അമ്പലവയൽ സ്റ്റുഡൻസ് യൂണിയൻ ഡോക്ടർ സുദർശൻ സാർ, സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് ഓഫ് CAO അമ്പലവയൽ മിസ് ഷിഫാന തുടങ്ങിയ വിശിഷ്ട വ്യക്തികളെ സവിശേഷമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ സുബൈർ വയനാട് സാറിനെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു.
നന്ദി പ്രസംഗം നടത്തുന്ന സ്റ്റുഡൻസ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി മെഹറിൻ സലിമിനെയും ഈ വേദിയിലേക്ക് ഞാൻ എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ സദസ്സിലിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഗുരുഭൂതരെയും മറ്റെല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സവിശേഷമായ ഈ സായാഹ്നം നമുക്കേവർക്കും അനുഗ്രഹീതമായി തീരും എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തട്ടെ. അതോടൊപ്പം യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ പൂജയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നന്ദി. വേദിയിൽ ബഹുമാന്യനായ യൂണിയൻ വൈസ് പാട്രൺ ഡോക്ടർ ബറിൻ പത്രോസ് സർ, ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കളക്ടർ അർച്ചന മാം, ബഹുമാനപ്പെട്ട ഡയറക്ടർ ഓഫ് സ്റ്റുഡൻസ് വെൽഫെയർ ഡോക്ടർ ലത മാം, നമ്മുടെ പരിപാടിയുടെ മുഖ്യാതിഥി നവാസ് സർ, ബഹുമാനപ്പെട്ട യൂണിയൻ സ്റ്റാഫ് അഡ്വൈസർ ഗിഗിൻ സർ, ബഹുമാനപ്പെട്ട അമ്പലവയൽ കോളേജ് ഡീൻ ഡോക്ടർ യാമിനി മാം, അമ്പലവയൽ കോളേജ് യൂണിയൻ അസോസിയേറ്റ് പേട്രൺ സുദർശൻ സർ, മറ്റ് അധ്യാപകരെ, അനധ്യാപകരെ, എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, യൂണിയൻ ഭാരവാഹികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യം തന്നെ നമ്മുടെ ഈ കോളേജ് ഇത്രയും അതിമനോഹരമായി അലങ്കരിച്ച് നമുക്കിങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന അമ്പലവയൽ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും നമുക്കൊരു കയ്യടി നൽകാം.